സൈറേ ഞാൻ റബ്ബർ വെട്ടുമ്പോ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ആ മൂലൊക്കെ കാട് പിടിച്ചൊരു സ്ഥലല്ലേ, അവിടേക്ക് എത്തിയപ്പോ ഒരു സാധനം മുന്നിക്കണ് ചാടി. എന്ത് സാധനം? ഒന്ന് തെളിച്ചു പറ. പുലിന്റെ കളറിലൊരു പൂച്ച. ഞാൻ ആകെ പേടിച്ചു. ഞാൻ പോട്ടാ. പുലിന്റെ കളറോ? ഷെഫീഖ് റബ്ബർ ഇട്ടപ്പോഴേ ഒരു സാധനം മുന്നിക്ക് അടിത്തരെ പുലിന്റെ കളറാന്നാ പറഞ്ഞേ. എന്നാ അതിനെ അങ്ങനെ മുട്ടാൻ പറ്റൂല. ഞാൻ മെമ്പറിന്ന് പോയി കാണട്ടെ. ആ റോഡിന്റെ പണി മറ്റന്നാ തീരും. എന്ത് വർത്താനം പറയണേ? അയിമന്നൊരു 3 ലക്ഷം റുപ്യയിൽ കിട്ടാതെ ഞാൻ ഈ വള്ളിയും ഇട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മള് ഷെഫീഖിന്ന് രാവിലെ റബ്ബർ വെട്ടുമ്പോഴേ തോട്ടത്തിൽ നിന്ന് ഒരു പുലി ഓന്റെ മേത്തേക്ക് ചാടിക്കൊണ്ടേ മാന്തിയില്ലാന്നില്ലതിലാണ് ഓൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഓന്റെ മേത്ത് 3 വരണ്ട് തരാം. നിങ്ങളെ ഇതിനെന്തേലും ഒരു പരിഹാരം കാണണം അല്ലേ? എന്നാലേ നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കും. ഞാൻ സമതാക്കുനിട്ടൊന്ന് വിളിച്ചട്ടെ. ഹലോ, പിന്നെ അവിടെ ആരുമില്ല, ഞങ്ങള് രണ്ടാളും തന്നെ ഉള്ളു. എന്താ കാര്യം മെമ്പറെ? ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞതേ, നമ്മള് വാർത്താ ചാനൽ തുറന്നു കഴിഞ്ഞാൽ പുലി അവനെ പിടിച്ചു, ഇവനെ പിടിച്ചു, അവിടെ മാന്തി ഇവിടെ മാന്തി എന്ന് കേൾക്കണം. ഇപ്പതാ നമ്മളെ പടിക്കത്തി കൊണ്ടുതരാം. ഷെഫീഖിനെ പുലി മാന്തിക്കണു. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ? ഷെഫീഖിനെ വിളിച്ചോ? ആ, ഓപ്പണ് വരും. വനം വകുപ്പിനെ ഞാൻ വിവരം അറിയിച്ചു. ഓന് വൈകുന്നേരം അതിനെ പിടിച്ചാൻ വേണ്ടി കൊണ്ടുകൊണ്ട് വരും. പുലിനെ ഇപ്പൊ നേരിട്ട് കണ്ടത് പുലി രണ്ടാളുമാണ്. പുലി മാന്തികള് ഷെഫീഖിനെയാണ്. പുലിയോ? വനം വകുപ്പേര് കൂടോണ്ട് വരുമ്പോഴേ സാക്ഷി പറയാൻ നല്ലത് ഷെഫീഖാ. ഓനാണല്ലോ പുലിന്റെ ഇരുന്ന് മാന്തി കിട്ടിക്കളയും. പൂച്ചനെ കണ്ടിട്ട് സാക്ഷിയോ? അതിനൊന്നും ഇന്നെ കിട്ടൂല.